ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭൂമിയാണെങ്കിൽ ആ ഒരു സത്യം തിരിച്ചറിയാൻ കേട്ടോ ഭൂമിയോട് ജയിലിൽ വെച്ച് അംബിക പറയുന്നുണ്ട്, നീ ഞങ്ങളുടെ മകളല്ല, എൻ്റെയും അച്ചുവേട്ടൻ്റെയും മകളല്ല, നീ നിൻ്റെ അച്ഛനെയും അമ്മയും കണ്ടുപിടിക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സത്യങ്ങൾ അറിഞ്ഞിട്ടും ഭൂമി അത് വിശ്വസിക്കുന്നില്ല കേട്ടോ. ഭൂമിക്ക് വിശ്വസിക്കാനാവുന്നില്ല. അങ്ങനെ ഭൂമി വീട്ടിലേക്ക് തിരിച്ചെത്തിയത് വല്ലാത്ത പ്രയാസത്തിലും സങ്കടത്തിലും ആയിരിക്കും കേട്ടോ. ഭൂമി വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോകുകയാണ്. കാരണം ഇതുവരെ തനിക്കാണെന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിച്ചിരുന്ന തൻ്റെ അച്ഛനും അമ്മയും തൻ്റേതല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഉള്ള ആ ഒരു വേദന ഭൂമി നന്നായിട്ട് അഭിനയിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ 2-3 ദിവസങ്ങളിലായിട്ടുള്ള ഭൂമിയുടെ അഭിനയമൊക്കെ സെറ്റപ്പ് ആകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഭൂമിയാണെങ്കിൽ വല്ലാത്ത കരച്ചിലൊക്കെയാണ്. എന്നിട്ട് കാറിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്നിട്ട് കാറിൽ അച്ഛൻ്റെ ഒരു സാന്നിധ്യം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണല്ലോ ഭൂമി. അതുകൊണ്ട് തന്നെ കാറിൻ്റെ അവിടെ ചെന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണേ. പറയുന്നുണ്ട്, അച്ഛാ, അമ്മ എന്നോട് സങ്കടപ്പെടണ്ട, അല്ലെങ്കിൽ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെടണ്ട എന്ന് കരുതിയിട്ട് അങ്ങനെ ഓരോന്ന് പറയുന്നത്. എൻ്റെ അമ്മ തന്നെയാണ്. എൻ്റെ അമ്മ അംബികയും എൻ്റെ അച്ഛൻ അച്യുതനുമാണ്. എൻ്റെ അച്ഛൻ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ഇതൊന്നും പറയാൻ അമ്മേനെ അനുവദിക്കില്ലായിരുന്നു. അല്ലേ അച്ഛാ, ഞാൻ നിങ്ങളുടെ മകൾ തന്നെയാണ്. അമ്മയ്ക്ക് എന്നെ ഇതുവരെയായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ അമ്മയെ പുറത്തു കൊണ്ടുവരാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. അതമ്മ ഇതുവരെയായിട്ടും മനസ്സിലാക്കിയിട്ടില്ല. അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്നാലും ഒരിക്കലും ഞാനിത് വിശ്വസിക്കില്ല, അമ്മ ചുമ്മാ പറയുന്നതാ എന്നൊക്കെ പറഞ്ഞ് തൻ്റെ സങ്കടം മുഴുവൻ ആ വണ്ടിയോട് പറഞ്ഞ് തീർക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ വീടിനുള്ളിലേക്ക് കയറി ചെല്ലിയാണ് ഭൂമി. എന്നിട്ട് അച്ഛൻ്റെ ഫോട്ടോയുടെ മുമ്പിലിരുന്ന് വല്ലാത്ത കരയാണ് കേട്ടോ. ആ ഫോട്ടോ കെട്ടിപ്പിടിച്ചിരുന്ന് കരയുന്നതൊക്കെ കാണിക്കുന്നുണ്ടേ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഭൂമിയാണെങ്കിൽ ഫോൺ എടുത്തിട്ട് അജയിനെ വിളിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് അജയ് ആണെങ്കിൽ ബാൽക്കണിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. കാരണം ഇനി എന്ത് ചെയ്യും, ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഭൂമി തൻ്റെ സമ്മതം അറിയിച്ചിട്ടുമില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അടുത്ത വഴി എന്താ എന്നിങ്ങനെ ആലോചിച്ച് നടക്കുകയായിരിക്കും കേട്ടോ അജയ്. ആ ഒരു സമയത്തായിരിക്കും ഭൂമിയുടെ കോള് വരിക. എന്നിട്ട് ഭൂമി പറയുന്നുണ്ട്, സാറ് പറഞ്ഞ ഡിമാൻഡിന് ഞാൻ അംഗീകരിക്കുകയാണ്. എനിക്ക് എൻ്റെ അമ്മേനെ ഏത് വിധത്തിലും ഇറക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഏതറ്റം വരെയും പോകും. നമുക്ക് ബാക്കിയൊക്കെ നേരിട്ട് കണ്ട് സംസാരിക്കാം നാളെ തന്നെ എന്ന് പറയണം. ശരി ഭൂമി, ഓക്കെ ഭൂമി എന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷത്തോടുകൂടി അജയ് ഫോൺ വെക്കുകയാണേ. അജയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാകാണ് കേട്ടോ. അങ്ങനെ അജയ് ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ആൽഫ്രഡ് കയറി വരികയാണ് കേട്ടോ. എന്നിട്ട് ആൽഫ്രഡ് ചോദിക്കുന്നുണ്ട്, എന്താ നീ ഇങ്ങനെ അത്ര സന്തോഷം, നിനക്ക് എന്ത് പറ്റി? അത് പിന്നെ എൻ്റെ സന്തോഷം കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ഇല്ലടാ, കാര്യം പറ, എന്താ ഇങ്ങനെ ചിരിച്ച മുഖത്തോടു കൂടി? കുറേ കാലമായി നിന്നെ ഞാൻ കണ്ടിട്ട്. അത് പിന്നെ ഭൂമി വിളിച്ചിരുന്നു. എന്ത് പറഞ്ഞു? ഭൂമിക്ക് സമ്മതമാണെന്ന്, എൻ്റെ ഭാര്യയെ അഭിനയിക്കാൻ സമ്മതമാണെന്ന് പറഞ്ഞു. സമ്മതമാണെന്നോ? അതെന്ത് പറ്റി? അതെന്താ ഇത്ര പെട്ടെന്ന്? ഇന്നലെ വരെ സമ്മതമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആള് ഒരു രാത്രി കൊണ്ട് ഇങ്ങനെ മനസ്സ് മാറണമെങ്കിൽ എന്തോ ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ടല്ലോ. എന്തോ നിന്നോട് പറഞ്ഞോ? എന്നോടൊന്നും പറഞ്ഞില്ല. നാളെ നേരിട്ട് കണ്ടിട്ട് സംസാരിക്കാന്നാ പറഞ്ഞേ. ആണോ? എന്തായാലും നമ്മൾ പറഞ്ഞ പോലെ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങളൊക്കെ ആയല്ലോ. അതെ, എന്തായാലും നാളെ ഞാൻ അവളെ നേരിട്ട് കണ്ട് സംസാരിക്കട്ടെ, എന്നിട്ട് ബാക്കി പറയാം. എന്നിങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ ഭൂമിയാണെങ്കിൽ സ്റ്റേഷനിലേക്ക് വരാനാണല്ലോ പറഞ്ഞിരുന്നത്. അങ്ങനെ ഭൂമിയെ കാണാതാവുമ്പോൾ ഭൂമി ഒന്ന് വിളിച്ചു നോക്കാം, ഇത്ര നേരമായിട്ട് അവളെന്താ വരാത്തെ എന്ന് പറഞ്ഞിട്ട് അജയ് ആണെങ്കിൽ ഭൂമിയെ ഫോൺ ചെയ്യാനുണ്ടോ. ഫോൺ ചെയ്യുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ഭൂമി കയറി വരികയാണേ. ഭൂമി ബാ എന്ന് പറയുമ്പോൾ ഇത്തിരി ഗൗരവത്തിലൊക്കെ ആയിരിക്കും കേട്ടോ. ഇരിക്കും ഭൂമി, താനെന്താ വൈകിയത്, ഇരിക്ക് എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഭൂമി പറയുന്നുണ്ട്, ഭൂമിയോട് ചോദിക്കുന്നുണ്ട്, എന്തായാലും താൻ സമ്മതിച്ചല്ലോ, എനിക്ക് സമാധാനമായി എന്ന് പറയുമ്പോൾ, സർ ഇന്നലെ ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. ആ ഒരു സമയത്ത് സാറിനോട് വിളിച്ച് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. പക്ഷെ പിന്നിരുന്ന് ചിന്തിച്ചപ്പോൾ കുറച്ചുകൂടി ചിന്തിക്കേണ്ടിയിരുന്നു എന്ന് ഞാൻ ആലോചിക്കാം. അതെന്താ ഭൂമി, ഇപ്പോൾ തൻ്റെ മനസ്സ് മാറിയോ? ഈ മനസ്സ് മാറിയെന്നല്ല, എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അത് സമ്മതിക്കുകയാണെങ്കിൽ നമുക്കിതുമായിട്ട് മുന്നോട്ട് പോകാം. എന്താ താൻ പറ. സാറിന് അഞ്ജനനെ ഇഷ്ടമല്ല, അത് ശരി. പക്ഷെ അഞ്ജനയ്ക്ക് സാറിനെ എത്രമാത്രം ഇഷ്ടമാണ്, അതിനു വേണ്ടിയിട്ടല്ലേ ആ കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വിവാഹം കഴിഞ്ഞാലും മറ്റൊരാളുടെ കണ്ണീര് കൊണ്ടാവരുത്. അതുകൊണ്ട് സാർ എത്രയും പെട്ടെന്ന് സാറിൻ്റെ വീട്ടിലുള്ളവരോട് സാറിൻ്റെ മനസ്സ് തുറക്കണം. സാർ കാര്യങ്ങൾ എല്ലാം തീർത്ത് പറയണം. അങ്ങനെ പറഞ്ഞ് എല്ലാവരോടും ഈ സത്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം. അല്ലാതെ ഒരാളുടെ കണ്ണീര് കണ്ടുകൊണ്ട് ഒന്നും നേടണ്ട എന്ന് പറയുന്നുണ്ട്, ഞാൻ എത്ര തവണ പറഞ്ഞു, പക്ഷെ ആരും അത് അംഗീകരിക്കുന്നില്ല. സാർ ഇനിയും സാറിന് സമയമുണ്ട്. സാറ് തുറന്ന് കാര്യങ്ങൾ പറയണം. ഈ വിവാഹത്തോട് താല്പര്യമില്ല, ഇത് എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് എല്ലാവരുടെ സമ്മതം വാങ്ങണം. അത് പിന്നെ ഞാൻ പറഞ്ഞ മുത്തശ്ശി കേൾക്കുമോ?
മുത്തശ്ശി കേൾക്കോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ സർ ഈ കാര്യം വീട്ടിൽ അവതരിപ്പിക്കണം. ബാക്കി കാര്യങ്ങൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് സംസാരിക്കാം എന്നിട്ട് പറയുന്നുണ്ട്. പിന്നെ എങ്കിൽ ശരി, ഞാൻ ഇന്ന് തന്നെ കാര്യങ്ങളെല്ലാം സംസാരിക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാം. പിന്നെ വേറൊരു കാര്യം കൂടെ, എൻ്റെ അമ്മേനെ എനിക്ക് എത്രയും പെട്ടെന്ന് ഇറക്കണം. ഇതെന്ത് വില കൊടുത്തും അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ്. എനിക്ക് ഈ ലോകത്തിൽ എൻ്റെ അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാം എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ പിന്നീട് ഭൂമി പറയുന്നുണ്ട്, ഞാൻ അന്ന് കുറച്ച് തെളിവുകളൊക്കെ ശേഖരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സാറിനോട് കുറേ കാര്യങ്ങളൊക്കെ പറയാൻ വന്നപ്പോൾ സാറ് വല്ലാത്ത റേസായി എന്നെ പിടിച്ചു വലിച്ച് സ്റ്റേഷൻ്റെ വെളിയിലേക്ക് ഇട്ടു. ഇന്നും അതുപോലെ ആകുമോ സർ? എടോ, ഞാൻ അപ്പം വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. അപ്പോൾ താൻ എന്നെ അങ്ങനെയൊക്കെ സംസാരിക്കുകയും കൂടെ ചെയ്തപ്പോൾ എൻ്റെ പിടി വിട്ടുപോയി. അതാ പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. ഞാൻ കുറച്ച് തെളിവുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട് സർ, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പോൾ, താൻ ഇനിയും അത് പറയണമെന്നില്ല. താൻ അന്ന് അതൊക്കെ പറഞ്ഞത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഇനി അത് ആവർത്തിക്കണമെന്നില്ല. ഇപ്പോൾ സാർ സോഫ്റ്റ് ആയല്ലോ. എടോ, ഞാൻ പറഞ്ഞല്ലോ അന്ന് ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. അല്ല, താൻ അച്ഛൻ്റെ ഒരു ഫോൺ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതെന്തേ? അത് ഞാൻ ശരിയാക്കാൻ കൊടുത്തിരിക്കുക. ശരിയായി കിട്ടിയില്ലേ? ഇല്ല, ഇതുവരെയായിട്ട് ശരിയായി കിട്ടിയില്ല. എന്നാലേ നമുക്ക് പോയി അത് വാങ്ങിച്ചിട്ട് വരാം. അത് പിന്നെ സർ ശരിയാക്കാൻ കുറച്ച് ദിവസം കൂടെ വേണമെന്നാണ് പറഞ്ഞത്. ഞാൻ പോയി പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാര്യം നടക്കും. നമുക്ക് പോകാം. എൻ്റെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ തൻ്റെ അമ്മയുടെ എന്തെങ്കിലും ഒരു തെളിവ് കാണുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ഫോൺ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് ഫോൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ബൈക്കിൽ പോകാൻ കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ അജയുടെ സിസ്റ്ററും അതുപോലെ തന്നെ അഞ്ജനയും കൂടെ കുറച്ച് വെഡ്ഡിങ് പർച്ചേസിനും ലെഹങ്കയുടെ ഡിസൈൻസൊക്കെ നോക്കാനൊക്കെ വേണ്ടിയിട്ട് ബ്യൂട്ടി പാർലറിലും ഒക്കെ ആയിട്ട് പോവാണ് കേട്ടോ, പുറത്ത് പോവുകയാണേ. ഈ സമയത്ത് സിസ്റ്റർ പറയുന്നുണ്ട്, എടി നീ എന്തിനാ ഇങ്ങനെ ബ്യൂട്ടി പാർലറിലൊക്കെ പോകുന്നത്? അതെന്താ നീ എങ്ങനെ പറഞ്ഞത്? പിന്നെ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി നിൻ്റെ സൗന്ദര്യത്തിന് മേളിൽ പുട്ടിയിട്ട് വൃത്തികേടാക്കണ്ട. ഇപ്പം തന്നെ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ആൾക്കാർ പറയും എന്ത് ഭംഗിയാ, അജയിനേക്കാളും ഒരു പടി മുകളിലായതുകൊണ്ട് നിനക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്തായാലും പെർഫെക്റ്റ് മാച്ച് അല്ലേ, ഇത്ര സുന്ദരി വേറെ എവിടെ നിന്ന് കിട്ടാൻ അവൻ ഏതായാലും ഭാഗ്യവാനാ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും നല്ല സന്തോഷത്തിൽ കളിച്ച് ചിരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണേ. ഈ ഒരു സമയത്തായിരിക്കും അജയും ഭൂമിയും കൂടെ ഇവരുടെ പിന്നിൽ ബൈക്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ഇങ്ങനെ അഞ്ജന നോക്കിയിട്ട് അഞ്ജനയോട് പറയുന്നുണ്ട്, സിസ്റ്റർ ദേ അജയ് ഇവിടെ എന്ന് പറഞ്ഞിങ്ങനെ നോക്കുമ്പോൾ ഭൂമി പുറകിൽ കാണുവേ. ഇതാരാ ഈ പെൺകുട്ടി? ഇവളോ ആ ഭൂമി. ഇവളുടെ കാര്യമാണോ നിങ്ങൾ പറഞ്ഞത്? അജയ്ക്ക് എന്തോ റിലേഷൻ ഉണ്ടെന്നൊക്കെ. അതിതാണോ? കാണാൻ നല്ല സുന്ദരിയാണല്ലോ. ഇപ്പം കണ്ടപ്പം എനിക്ക് മനസ്സിലായി, ഇവർ നല്ല പെർഫെക്റ്റ് മാച്ചാ. നോക്കിയിരിക്കാൻ തോന്നും. ഇവർ രണ്ടുകൂടെ ഒരുമിച്ച് പോയ ആൾക്കാരെ കണ്ണെടുക്കില്ല. നല്ല മാച്ചാ അല്ലേ അഞ്ജന? മിണ്ടാതിരുന്നില്ലെങ്കിലോ ഞാൻ ചവിട്ടി ശരിയാക്കും ഞാൻ എന്ന് പറഞ്ഞിട്ട് അഞ്ജനയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണേ. അങ്ങനെ പെട്ടെന്ന് തന്നെ അഞ്ജനയും അതുപോലെ തന്നെ സിസ്റ്ററുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് എല്ലാവരും വീട്ടിൽ ഇരിപ്പുണ്ടായിരിക്കും. ആ സമയത്ത് അഞ്ജന കുറേ ഓർണമെൻറ്റ്സിൻ്റെ ഡിസൈൻസ് ഒക്കെ കാണിക്കുകയാണേ. ഇതെങ്ങനെയുണ്ട്? ഇത് സൂപ്പർ അല്ലേ മുത്തശ്ശി? ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇത് കണ്ടോ മുത്തശ്ശി? ഇതാ ഇപ്പോഴത്തെ ട്രെൻഡ് എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് കാണിക്കുമ്പോൾ മുത്തശ്ശി പറഞ്ഞു, എനിക്കിതൊന്നും ഇഷ്ടമായില്ല. അപ്പോൾ നമ്മുടെ ഭവാനിയുടെ മുഖം മാറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സത്യം പറയുന്നുണ്ട്, അമ്മയ്ക്കാണെങ്കിൽ നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ജ്വല്ലറീസൊക്കെ ഇഷ്ടം. അതുകൊണ്ടാണ് അവളുടെ അല്ലേ വിവാഹം, അവൾക്ക് ഇഷ്ടമുള്ള എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ അജയുടെ അച്ഛനും പറയുന്നുണ്ട്, അതെ മോൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ അത് ഇടുക, മറ്റൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ. ആ സമയത്ത് ഞാൻ കുറച്ച് ലെഹങ്കയൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്, റിസപ്ഷൻ ഇടാനുള്ള ലെഹങ്ക. അതെ ഇതാ ഇപ്പോഴത്തെ മോഡൽ. ഇത് തന്നെ വേണമെന്നല്ല, ഏകദേശം ഇതേ മോഡലിലുള്ള എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും കാണിക്കുകയാണ്. എന്തായാലും ഇത് നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ എല്ലാവരും പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അല്ല അജയനെ ഇതുവരെയായിട്ടും കണ്ടില്ലല്ലോ, അവൻ ഇത് എവിടെ പോയി? മുത്തശ്ശി ഡ്രസ്സും ഓർണമെന്റ്സും ഒക്കെ എടുക്കാൻ പോകുമ്പോഴെങ്കിലും അജയ് വേണം കേട്ടോ. അപ്പോൾ അജയുടെ അച്ഛൻ പറഞ്ഞിട്ട്, അതൊക്കെ നമുക്ക് അവനെ വിളിക്കാന്നേ, മോള് ടെൻഷൻ അടിക്കാതെ. എന്തായാലും അവൻ്റെ പ്രൊഫഷൻ ഇങ്ങനെ ആയി പോയില്ലേ, അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. സാരമില്ല, നമുക്ക് ഡ്രസ്സും ഓർണമെന്റ്സും ഒക്കെ എടുക്കാൻ പോകുമ്പോൾ അവനെ വിളിക്കാം. ജീവിതത്തിൽ ഒരിക്കൽ നടക്കുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ, അതിൽ അവൻ്റെ സാന്നിധ്യം ഇല്ലാതിരിക്കാൻ പറ്റുമോ എന്നിങ്ങനെ അജയുടെ അച്ഛനും പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ആൽഫ്രഡ് കയറി വരുന്നുണ്ട്. ഇതെവിടെ പോയിരുന്നു? നീ എവിടെ ആയിരുന്നടാ ഇത്രയും ദിവസം? ഞാനിവിടെ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു മുത്തശ്ശി. എൻ്റെ പൊന്നു മോനെ, നിന്റെ കൂട്ടുകാരൻ്റെ കല്യാണം, അവനെ പോലും കാണാൻ കിട്ടുന്നില്ല. ഇനി അധികം ദിവസമൊന്നുമില്ല. അവൻ വന്നതിന് ശേഷം
പോയാൽ മതി, ഇനിയും അവൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം നീ ഇവിടുന്ന് പോയാൽ മതി, അതുവരെ നീ ഇവിടെ തന്നെ നിന്നാൽ മതി. ആ ശരി മുത്തശ്ശി. ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ സംഗീതയുടെ മുഖം തെളിയുന്നില്ല കേട്ടോ. സംഗീതയുടെ മനസ്സിൽ എല്ലാം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ആ ഒരു വേദന സംഗീതയുടെ മനസ്സിൽ നീറിക്കൊണ്ടിരിക്കുക. തൻ്റെ മകൻ്റെ കാര്യം ഓർത്ത് വല്ലാത്ത വിഷമത്തിലായിരിക്കും കേട്ടോ സംഗീത. അങ്ങനെ പിന്നീട് കാണിക്കുന്ന കൃത്യസമയത്ത് തന്നെ അജയ് വീട്ടിലേക്ക് കയറി വരികയാണ്. അജയിനെ കണ്ടിട്ട് എല്ലാവരും വളരെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. എന്നിട്ട് അജയോട് ചോദിക്കുന്നുണ്ട്, എടാ മോനെ നീ ഇത് എവിടെ ആയിരുന്നു? ഇതേ ഇനി കല്യാണത്തിന് അധികം ദിവസങ്ങളില്ല, ഇനി ഓർണമെന്റ്സും അതുപോലെ തന്നെ ഡ്രസ്സും ഒക്കെ എടുക്കാൻ പോകണം, അതിനൊക്കെ നീ വരണം എന്ന് പറയുമ്പോഴേക്കും അഞ്ജന ആ ഫോണിൽ നിന്നുള്ള ആ ഫോട്ടോസ് ഓടിക്കൊണ്ടെന്ന് കാണിക്കുകയാണേ. അജയ് ഇതെങ്ങനെയുണ്ട്? ഈ ലെഹങ്ക മതിയില്ല അജയ് റിസപ്ഷന്, എനിക്കിത് ഒരുപാട് ഇഷ്ടമാണ്, ഇതിന് മാച്ചിങ് ആയിട്ടുള്ള നിനക്കും എടുക്കാം എന്നിങ്ങനെ പറയുമ്പോൾ, ആ എല്ലാം നിന്റെ പ്ലാനും നിന്റെ ബുദ്ധിയല്ലേ, എല്ലാം നിന്റെ പ്ലാനിങ്ങിലൂടെ നിങ്ങളെല്ലാം ചെയ്ത് കൂട്ടിയില്ലേ? ഉടനെ എല്ലാവരും ചാടി എണീക്കാണ്. എന്താടാ നീ പറയുന്നത്? നീ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല പിന്നെ എല്ലാം ഇവളുടെ പ്ലാനിങ് അല്ലായിരുന്ന? എന്നെ ഒരു വിട്ടുവേഷം കെട്ടിച്ച് ആ റിസപ്ഷൻ എന്നെ മോതിരം മാറ്റ ചടങ്ങിൽ എന്നെ ഇരുത്തിയില്ലേ? പൂജയാണെന്ന് പറഞ്ഞ എന്നെ വിളിച്ചു വരുത്തി മോതിരം മാറ്റിച്ചില്ലേ? എല്ലാം ഇവളുടെ പ്ലാനിങ് അല്ലായിരുന്ന? പ്ലാൻ അല്ല ഞാൻ ചുമ്മാ പെട്ടെന്ന്, നീ ഒന്നും പറയണ്ട, എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനും അഞ്ജനയും ഇവിടുത്തെ കൊച്ചുമക്കളല്ലേ? അഞ്ജനയുടെ സന്തോഷം മാത്രമല്ലേ നിങ്ങൾ കണ്ടുള്ളൂ അല്ലേ മുത്തശ്ശി? എൻ്റെ സന്തോഷത്തിന് യാതൊരു വിലയില്ലല്ലോ. അന്ന് മുതൽ ഞാൻ പറയുന്നല്ലേ എനിക്ക് വിവാഹത്തോട് താല്പര്യമില്ല, എനിക്കിഷ്ടമല്ല എന്നൊക്കെ. സത്യനോട് എന്നെ ചോദിക്കുന്നുണ്ട്, എന്താണ് അജയ് നീ ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അങ്കിളൊന്നും പറയരുത്, അങ്കിളിനും അറിയാവുന്ന കാര്യങ്ങളല്ലേ, ഞാൻ ആദ്യം മുതൽക്ക് പറയുന്നല്ലേ എനിക്ക് അഞ്ജനെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന്. അപ്പോൾ പിന്നെ നീ ഇവരെ കൂട്ടിക്കൊണ്ടു വന്നപ്പോൾ നീ പറഞ്ഞല്ലേ? അത് പിന്നെ മുത്തശ്ശിയുടെ വാക്കുകൾ എനിക്ക് ധിക്കരിക്കാൻ കഴിയില്ലല്ലോ. മുത്തശ്ശി ഭക്ഷണം വെള്ളവും ഇല്ലാതെ കിടന്നപ്പോൾ എനിക്ക് പിന്നെ എൻ്റെ മുൻപിൽ വേറെ നിവൃത്തിയില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞാലല്ലേ ഇവർ വരുള്ളൂ, അതല്ലായിരുന്നു ഇവരുടെ പദ്ധതി. അങ്ങനെ പറഞ്ഞ് ഞാൻ കൂട്ടിക്കൊണ്ടു വന്നു എന്ന് കരുതി എൻ്റെ ജീവിതം തുലയ്ക്കാൻ, എൻ്റെ ഒരു സന്തോഷം ഇല്ലാത്തടത്തൊക്കെ എന്നെ പറഞ്ഞുവിടാൻ നിങ്ങൾക്ക് എങ്ങനെ എന്നെ തോന്നുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ. ആ സമയത്ത് അഞ്ജനയും ഭവാനിയും ഒക്കെ ഇങ്ങനെ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പം മുത്തശ്ശിയും പറഞ്ഞു, മോനെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇതൊക്കെ ആ ഒരു മൂച്ചിനേ ഉള്ളൂ. ജീവിതം തുടങ്ങുമ്പോൾ എല്ലാം ശരിയാകും. എന്ത് ജീവിതം തുടങ്ങുമ്പോൾ ശരിയാകുന്നു? ഇഷ്ടമില്ലാത്ത ഒരു ജീവിതം ജീവിച്ച് ഇങ്ങനെ ജീവിതകാലം മുഴുവൻ ജീവിച്ച് തീർക്കാതെ എനിക്ക് നേർച്ചയൊന്നുമില്ല. എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നാളും ഒന്നും മിണ്ടാഞ്ഞത്. ഇനി എനിക്ക് പറ്റില്ല, എൻ്റെ മനസ്സിൽ വലിയൊരു ബോംബാണ്, ഞാൻ സമ്മതിക്കില്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം മുത്തശ്ശി ഞാൻ ധിക്കരിക്കുകയാണെന്ന് കരുതരുത്, എനിക്ക് വിവാഹത്തോട് ഒട്ടും താല്പര്യമില്ല, എന്നെ വിട്ടേര് എന്ന് പറഞ്ഞിട്ട് ആ മോതിരം ഊരി അങ്ങനെ അവിടെ വെക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ആ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ അവിടെ വെച്ച് അവസാനിക്കാണ് കേട്ടോ. പക്ഷെ ഇതൊന്നും അജയുടെ അച്ഛനത്ര പിടിച്ചിട്ടില്ല കേട്ടോ. അജയുടെ അച്ഛൻ വാശിയിലാണ്. അജയുടെ അച്ഛൻ പറയുന്നുണ്ട്, എന്ത് വന്നാലും ഈ വിവാഹം നടന്നിരിക്കും, അഞ്ജനയുടെ കഴുത്തിൽ അജയ് താലി കെട്ടിയിരിക്കും, ഞാനാ പറയുന്നത്. അങ്ങനെ ഇതൊന്നും വിട്ടുകളയാൻ പറ്റില്ല. അവന് തോന്നുന്നു പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. ഈ വീട്ടിൽ എല്ലാവരും ഒന്നടങ്കം തീരുമാനിച്ച കാര്യം അജയുടെയും അഞ്ജനയുടെയും വിവാഹം, അത് അങ്ങനെ തന്നെ നടന്നിരിക്കും എന്ന് പറഞ്ഞിട്ട് അജയുടെ അച്ഛനും പോകുകയാണ് കേട്ടോ. അങ്ങനെ വല്ലാത്തൊരു കലഹം തന്നെ ഉണ്ടാകുകയാണ് കേട്ടോ. ഇതേ സമയത്ത് അജയ് ആണെങ്കിൽ ഭൂമിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എടോ താൻ പറഞ്ഞതുപോലെ ഞാൻ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് പറയാൻ? ആർക്കും അത് സമ്മതമല്ലല്ലോ. പിന്നെ എൻ്റെ മനസ്സിലുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ വിവാഹം നടക്കില്ല എന്ന് ഞാൻ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. അതാർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇനി എന്ത് സംഭവിക്കുമെന്നും എനിക്കറിയില്ല. പക്ഷെ താൻ പറഞ്ഞതുപോലെ എല്ലാവരോടും ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യട്ടെ. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം അതിൻ്റെ വഴിക്ക് നടക്കണം എന്ന് പറയാനുണ്ടോ. അപ്പോൾ ഭൂമി, ആ സർ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ വെക്കുകയാണേ. പിന്നീട് കാണിക്കുന്നത് കുറച്ച് 2-3 ദിവസങ്ങൾക്ക് ശേഷം ആണെങ്കിൽ ഭൂമി അജയ് നേരിട്ട് കാണുന്നുണ്ട്, എന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അജയ് പറയുന്നുണ്ട്, ഞാൻ കാര്യങ്ങളെല്ലാം താൻ പറഞ്ഞതുപോലെ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ആരും അത് വിശ്വസിക്കില്ല, അല്ലെങ്കിൽ ആരും അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. പക്ഷേ എന്തായാലും എൻ്റെ മനസ്സിലുള്ളത് ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ വിവാഹം എന്ത് വന്നാലും നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് അഞ്ജനയുടെ അമ്മയും കേട്ടതാണ്. ഇനി എനിക്കിതുമായിട്ട് മുൻപോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ ഇനിയും അവരുടെ ഭാഗത്തു നിന്ന് എനിക്ക് പ്രഷറുകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് നമ്മുടെ വിവാഹം നടക്കണം, എത്രയും പെട്ടെന്ന് തൻ്റെ അമ്മയുടെ കേസുകളും മുൻപോട്ട് കൊണ്ടുപോകണം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഭൂമി പറയുന്നുണ്ട്, ഇത് എനിക്കൊട്ടും താല്പര്യമില്ലാത്ത കാര്യം, 100% പോലും ഇഷ്ടത്തോടെയോ സമ്മതത്തോടു കൂടിയോ അല്ല ഞാൻ വിവാഹത്തിന് തയ്യാറാവുന്നത്. പക്ഷേ എനിക്ക് മുൻപിൽ മറ്റൊരു വഴിയുമില്ല. എൻ്റെ അമ്മേനെ എനിക്ക് എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരണം. എനിക്കും എൻ്റെ അമ്മയ്ക്കും സന്തോഷത്തോടെ ജീവിക്കണം. എൻ്റെ അച്ഛനോ പോയി, ഇനി എനിക്ക് ആകെയുള്ളത് എൻ്റെ അമ്മ മാത്രം. ആ അമ്മേനെ എനിക്ക് പുറത്ത് കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് എനിക്ക് ഞാൻ എന്തും ചെയ്യും.
എന്ന് പറഞ്ഞിട്ട് പറയാണ്, ഞാൻ ഈ വിവാഹത്തിനോട് സമ്മതിക്കുകയാണ്, എത്രയും പെട്ടെന്ന് വിവാഹം നടക്കട്ടെ, എത്രയും പെട്ടെന്ന് എൻ്റെ അമ്മയുടെ കേസും ബാധിക്കണം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അജയ് പറയണം, എന്നാൽ ഇന്ന് തന്നെ നമ്മുടെ വിവാഹം. ഇന്ന് തന്നെയോ? ആ, ഇന്ന് തന്നെ അമ്പലത്തിൽ ചെന്നിട്ട് ഒരു താലി ചാർത്ത് രജിസ്റ്റർ മാരേജ് ചെയ്യാം. പോലീസുകാരനായതുകൊണ്ട് ഇതെല്ലാം എളുപ്പം സാധിക്കും, അതുകൊണ്ട് ഇന്ന് തന്നെയെങ്കിൽ ഇന്ന് തന്നെ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഭൂമി പറഞ്ഞിട്ട്, എനിക്ക് ചെറിയൊരു ഭയം, സൗഭാഗ്യമംഗലത്തേക്ക് എല്ലാം നശിപ്പിച്ചുകൊണ്ട് കയറി വരാൻ എനിക്ക് മനസ്സിന് വല്ലാത്തൊരു പ്രയാസം കേട്ടോ. അതൊക്കെ 2 ദിവസത്തിനൊക്കെ ഉള്ളിലേ കാണുള്ളൂ, താനതുകൊണ്ടൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. പിന്നെ തന്നെ എല്ലാവർക്കും അവിടെ വലിയ ഇഷ്ടമല്ലേ, അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സ്മൂത്ത് ആകും എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അജയോട് പറഞ്ഞു, എന്നാലും താൻ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട, ഏത് പ്രതിസന്ധിയിലും തൻ്റെ കൂടെ ഞാനുണ്ടാവും, അതോർത്ത് താൻ ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ അമ്പലത്തിലേക്ക് പോകാൻ കേട്ടോ. ആൽഫ്രഡും കാണുകയും അമ്പലത്തിൽ പോയി ഒരു താലി ചാർത്താൻ കേട്ടോ. ഭൂമിയുടെ നെറുകയിൽ സിന്ദൂരം ചാർത്തണം. തൻ്റെ മുറപ്പെണ്ണാണെന്നുള്ള സത്യം അറിയാതെയാണ് കൈപിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ അജയ് ആണെങ്കിൽ ഭൂമിയെ താലി ചാർത്തി സിന്ദൂരം ചാർത്തി വീട്ടിലേക്ക് കൊണ്ടുവരുവാണ് കേട്ടോ. അങ്ങനെ സൗഭാഗ്യമംഗലപുരത്തെ വാതിൽ തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച അതായിരിക്കും. നമ്മുടെ ഭൂമി അതുപോലെ തന്നെ അജയും രണ്ടുപേരുടെ വിവാഹം കഴിഞ്ഞ് രണ്ടുപേരും എത്തിയിരിക്കുന്നു. എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞെട്ടിപ്പിച്ചുകൊണ്ടായിരിക്കും കേട്ടോ ആ ഒരു ദിവസം. അഞ്ജനയും ഭവാനിയും ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കേട്ടോ. രണ്ടുപേരും ഭവാനി എന്തെങ്കിലുമൊക്കെ കുതന്ത്രം കാണിച്ച് അടുത്ത വഴി നോക്കാന്നുള്ള പ്രതീക്ഷയിലിരിക്കുമ്പോഴായിരിക്കും ഞെട്ടിച്ചുകൊണ്ട് ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പ് എന്ന് പറയുന്ന പോലെ അജയ് ഇതെല്ലാം തയ്യാറാക്കിക്കൊണ്ട് വന്നതേ. എങ്കിൽ മുത്തശ്ശിയാണെങ്കിലും അജയനെ ചവിട്ടി പുറത്താക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ, തൻ്റെ ആഗ്രഹങ്ങൾ. അപ്പോൾ നമ്മുടെ അജയുടെ അച്ഛനും പറയുന്നുണ്ട്, ഈ വീട്ടിൽ ഇനി ഇവന് സ്ഥാനമില്ല, നമ്മളെ എല്ലാം ധിക്കരിച്ചുകൊണ്ട് എതിർത്തുകൊണ്ട് നമ്മുടെ വില ഒരു പട്ടിയുടെ വില പോലും നമുക്ക് തന്നിട്ടില്ല ഇവനെ ഇവളെ ഇനി ഈ വീട്ടിലേക്ക് കയറ്റാൻ പാടില്ല. കണ്ടോ, എല്ലാം പറ്റി പിടിച്ച് നിന്നിട്ട് അവസാനം അവള് കാര്യം ഒപ്പിച്ചെടുത്തത് കണ്ടോ എന്നിങ്ങനെ ഭൂമിയുടെ അജയുടെ അച്ഛൻ പറയാനിട്ടോ. അത് കേൾക്കുമ്പോൾ സംഗീത പറഞ്ഞിട്ട്, എന്താ നിങ്ങൾ പറയുന്നത്, നിങ്ങളൊന്നും നീയൊന്നും മിണ്ടാതിരിക്കുക, ഇതൊക്കെ നീ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. നീ നിന്റെ മകനെ പുന്നാരിച്ച് വെച്ചിരിക്കുകയല്ലേ, കണ്ട അവൻ കാണിച്ചു കൂട്ടിയത്. അമ്മയുടെ വാക്കിനെ ഒരു ചെറിയ വിലയെങ്കിലും അവൻ കൽപ്പിച്ചോ, എല്ലാവരും ധിക്കരിച്ചുകൊണ്ട് അവൻ വിവാഹം കഴിച്ചുകൊണ്ട് വന്നിരിക്കുന്നു എന്ന് പറയാനുട്ടോ. അങ്ങനെ എല്ലാവരും എതിർത്തുകൊണ്ട് വിവാഹം കഴിച്ചു വരികയാണ്. അങ്ങനെ അവരെ പടിക്ക് പുറത്ത് കെടുത്താൻ വേണ്ടിയിട്ട് എല്ലാവരും തീരുമാനം എടുക്കുമ്പോൾ സംഗീത പറയുന്നുണ്ട്, എൻ്റെ മകനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ ഞാനും അവൻ്റെ കൂടെ പോകും, പിന്നെ ഒരിക്കലും ഞാൻ തിരിച്ചു വരില്ല എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ നിവൃത്തിയില്ലാതെ മുത്തശ്ശിക്ക് അജയിനെ ഭൂമിനെ വീടിനുള്ളിലേക്ക് കയറ്റേണ്ടി വരികയാണ് കേട്ടോ. പിന്നെ നടക്കുന്നതെല്ലാം സംഭവബഹുലമായ മുഹൂർത്തങ്ങളാണ് കേട്ടോ. ഭവാനിയും അഞ്ജനയും അതുപോലെ തന്നെ ഭൂമിയും നേർക്ക് നേർ നിന്നുള്ള യുദ്ധങ്ങളായിരിക്കും ഇനി അങ്ങോട്ട്.